ഐതിഹ്യമാല അധ്യായം 25. വാഗ്ഭടാചാര്യർ. ഒരു കാലത്ത് മുഹമ്മദീയരുടെ ആക്രമവും പ്രാബല്യവും നിമിത്തം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെയെല്ലാം അവരുടെ കൈവശത്തിലായി തീർന്നിരുന്നു. ബ്രാഹ്മണരുടെ കൈവശം ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാതായതിനാൽ ആ ശാസ്ത്രം അഭ്യസിക്കുന്നവരും അഭ്യസിപ്പിക്കുന്നവരും ഇല്ലാതെയായിപ്പോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ വൈദ്യന്മാർ തന്നെ ഇല്ലാതെയായി. ആർക്കെങ്കിലും ഒരു ദീനമുണ്ടായാൽ മുഹമ്മദീയരുടെ അടുക്കൽ ചെന്ന് ചോദിച്ച് അവർ പറയുന്നത് ചെയ്യുകയെന്നുള്ള ദിക്കായി തീർന്നു. മുഹമ്മദീയരുടെ ഇടയിൽ വൈദ്യശാസ്ത്രത്തിൽ അതിനിപുണന്മാരായ ചിലർ ഉണ്ടായിത്തീരുകയും ചെയ്തു. ഈ സ്ഥിതി ബ്രാഹ്മണർക്ക് ആകപ്പാടെ വലിയ വ്യസന കാരണമായി തീർന്നു. അതിനാൽ പരദേശത്തൊരു സ്ഥലത്ത് യോഗ്യന്മാരായ അനേകം ബ്രാഹ്മണർ യോഗം കൂടി ഈ കഷ്ടത നീക്കുവാൻ എന്താണ് വേണ്ടതെന്ന് അവർ ആലോചിച്ചു. മുഹമ്മദീയരെ ജയിച്ച് ഗ്രന്ഥങ്ങൾ കൈക്കലാക്കുവാൻ അവരുടെ പ്രബലതയുടെ സ്ഥിതിക്ക് സാധിക്കുകയില്ല. അവരുടെ അടുക്കൽ ചെന്ന് പഠിക്കാമെന്ന് വെച്ചാൽ അവർ അവരുടെ ജാതിക്കാരെ അല്ലാതെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയുമില്ല. അതിനാൽ ആരെങ്കിലും മുഹമ്മദീയ വേഷം ധരിച്ച് നല്ല വൈദ്യനായ ഒരു മുഹമ്മദീയന്റെ അടുക്കൽ ചെന്ന് ഉപായത്തിൽ പഠിച്ചു വരണം, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. ഇതെല്ലാവരും കൂടി ആലോചിച്ച് തീർച്ചയാക്കി. പിന്നെ അതിനാരാണ് പോകേണ്ടത് എന്നുള്ള ആലോചനയുമായി. അതിന് നമ്മുടെ കൂട്ടത്തിൽ വാഗ്ഭടനോളം ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായിട്ട് മറ്റാരുമില്ല എന്നും എല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന വാഗ്ഭടാചാര്യർ, നിങ്ങളുടെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പോയി ഇത് സാധിച്ചു വരാമെന്ന് സമ്മതിച്ചു പറഞ്ഞു. വാഗ്ഭടാചാര്യർക്ക് അന്ന് വളരെ ചെറുപ്പമായിരുന്നു. ഒരു 20 വയസ്സിലധികം ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിൽ അതിനിപുണനായി തീർന്നിരുന്നു. അദ്ദേഹം ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് സദസ്സിൽ നിന്നിറങ്ങി. ബ്രാഹ്മണർ യോഗം കൂടിയത് ഒരു നദീതീരത്തുള്ള ശാലയിലായിരുന്നു. ആ സ്ഥലത്തിന്റെ മറുകരയിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ അതിനിപുണനും പ്രസിദ്ധ വൈദ്യനും പഠിപ്പിക്കുന്നതിന് ഏറ്റവും സമർത്ഥനും വലിയ ധനവാനുമായ ഒരു മുഹമ്മദീയൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അടുക്കൽ ചെന്ന് പഠിക്കാമെന്ന് വാഗ്ഭടാചാര്യർ തീർച്ചപ്പെടുത്തി. പിന്നെ അദ്ദേഹം മുഹമ്മദീയ വേഷത്തിന് വേണ്ടുന്ന ഉടുപ്പ്, തൊപ്പി മുതലായവയെല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ കുളിയും നിത്യകർമാനുഷ്ഠാനിതികളും ഭക്ഷണവും കഴിച്ച് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വീണ്ടും വന്നിച്ചിട്ട് വേഷം മാറി അവിടെ നിന്ന് പുറപ്പെട്ടു. കാര്യസിദ്ധിക്കായി ഈശ്വര സിദ്ധി ചെയ്തുകൊണ്ട് ആ ബ്രാഹ്മണ ഉത്തമന്മാർ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. വാഗ്ഭടാചാര്യർ മുഹമ്മദീയ വേഷം ധരിച്ചുകൊണ്ട് ആ മുഹമ്മദീയ വൈദ്യന്റെ അടുക്കൽ ചെന്ന് വന്നിച്ചു. അപ്പോൾ വൈദ്യൻ അനേകം ശിഷ്യന്മാരെ അടുക്കലിരുത്തി വൈദ്യശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വേഷം കണ്ട് സ്വജാതീയനാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് വൈദ്യൻ, നീ എവിടെ നിന്ന് വരുന്നു, എന്തിനു വന്നു എന്ന് ചോദിച്ചു. വാഗ്ഭടൻ പറഞ്ഞു, ഞാൻ കുറച്ച് വടക്കു നിന്നാണ് വരുന്നത്. അവിടുത്തെ പേര് ഞങ്ങളുടെ ദിക്കിലൊക്കെ പ്രസിദ്ധമാണ്. ഇതുപോലൊരു വൈദ്യൻ ഭൂലോകത്തിൽ വേറെ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാൽ അവിടുത്തെ അടുക്കൽ കുറിച്ച് വൈദ്യശാസ്ത്രം പഠിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ചു വന്നതാണ്. അതിനവിടേക്ക് കൃപയുണ്ടാകണം. വൈദ്യൻ പറഞ്ഞു, ഓ, ഇത് നമുക്ക് വളരെ സന്തോഷം. നാം നിന്നെ ഒന്നും പരീക്ഷിച്ചു നോക്കട്ടെ. പഠിക്കാൻ ബുദ്ധിയുള്ളവനാണെന്ന് കണ്ടാൽ നാം നിന്നെ പഠിപ്പിക്കാം. ബുദ്ധിയില്ലാത്ത മടിയന്മാർക്ക് വേണ്ടി ബുദ്ധിമുട്ടുവാൻ നമുക്ക് മനസ്സില്ല. ഇവിടെ പഠിക്കുന്നവർക്കെല്ലാം ചെലവിന് നാം കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അതിനാൽ നീ അകത്ത് ചെന്ന് ഊണ് കഴിച്ചു വരണം, പിന്നെ നോക്കാം. വാഗ്ഭടൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഊണ് കഴിച്ചത്, അതിനാൽ ഇനിയിൽ ഇപ്പോൾ വേണമെന്നില്ല. വൈദ്യൻ പറഞ്ഞു, അത് നിന്റെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. ഊണ് വേണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിപ്പിച്ചു നോക്കാം. നിനക്ക് ഗ്രന്ഥം വല്ലതുമുണ്ടോ? വാഗ്ഭടൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥവുമില്ല. ഇത് കേട്ട് വൈദ്യൻ തന്നെ ഒരു ഗ്രന്ഥം എടുത്തു കൊടുത്ത് പഠിപ്പിച്ചു നോക്കി. സ്വല്പം പഠിപ്പിച്ചു നോക്കിയപ്പോൾ വൈദ്യന് വളരെ സന്തോഷവും വിസ്മയവും തോന്നി. ഇത്രയും ബുദ്ധിയും ശ്രദ്ധയും പഠിക്കുവാനുള്ള തീക്ഷ്ണതയുമുള്ള ഒരാളെ അദ്ദേഹം അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അതിനാൽ വൈദ്യൻ, നീ മിടുക്കൻ തന്നെ, നിന്നെ പഠിപ്പിക്കാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിനക്കിവിടെ തന്നെ താമസിക്കാം. ചെലവിനെല്ലാം ഞാൻ തരും. നീ ഒരു കാശ് പോലും ചെലവ് ചെയ്യണമെന്നില്ല. ശരിയായി പഠിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. വാഗ്ഭടൻ പറഞ്ഞു, എനിക്ക് ഈ നദിയുടെ അങ്ങേക്കരയിൽ ഒരു ബന്ധുഗ്രഹമുണ്ട്. അവിടെ ഒരു ചാർച്ചയും വേഴ്ചയും ഒക്കെ ഉള്ളതിനാൽ ഞാനവിടെ താമസിച്ചു കൊള്ളാം.
അവിടുന്ന് ചെലവിനൊന്നും തരണമെന്നില്ല. കൃപയുണ്ടായി പഠിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. വൈദ്യൻ പറഞ്ഞു. അത് നാം ചെയ്യാമെന്ന് പറഞ്ഞുവല്ലോ. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പകലാകുന്നതുവരെ പഠിച്ചതിൻ്റെ ശേഷം വാഗ്ഭടാചാര്യർ തിരികെ പോന്നു. സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസവും കുളിയും ജപവും ഭക്ഷണവും മറ്റും കഴിഞ്ഞ് മുഹമ്മദീയ വേഷത്തിൽ വൈദ്യന്റെ അടുക്കൽ ചെന്ന് പഠിക്കുകയും തിരിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗുരുവിന് ആ ശിഷ്യനെ പഠിപ്പിക്കുവാനുള്ള ഉത്സാഹവും സന്തോഷവും സമാനത്തിലധികം വർദ്ധിച്ചു വശായി. അതിനാൽ ഒരു ദിവസം വൈകുന്നേരം വാഗ്ഭടാചാര്യർ പഠിത്തം നിർത്തിപ്പോരുവാൻ ഭാവിച്ച സമയം ആ വൈദ്യൻ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത്താഴം കഴിഞ്ഞ് വന്നാലും പഠിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്, നിന്റെ ഇഷ്ടം പോലെ ആവാമെന്ന് പറഞ്ഞു. കഴിയുന്നതും വേഗത്തിൽ പഠിക്കാനുള്ളത് പഠിച്ചുകൊണ്ട് തൻ്റെ കളവ് പുറത്താകാതെ അവിടെ നിന്ന് കടക്കണമെന്നായിരുന്നു വാഗ്ഭടാചാര്യരുടെ വിചാരവും. അതിനാൽ ഗുരുവിൻ്റെ ഈ വാക്ക് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷഭാവമായി തീർന്നു. എന്നാൽ ഞാൻ അത്താഴം കഴിഞ്ഞ് വരാം, പഠിക്കാനുള്ളതും പഠിച്ചുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ കൊള്ളാമെന്ന് എനിക്കുമുണ്ട്. വീട്ടിലുള്ളവർ എന്നെ കാണാഞ്ഞിട്ട് വ്യസനിച്ചിരിക്കുകയായിരിക്കും. എൻ്റെ മോഹം കൊണ്ട് ഞാൻ പോന്നേന്നുള്ളൂ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോരുകയും അത്താഴം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തുകയും ചെയ്തു. അപ്പോഴേക്കും വൈദ്യനും അത്താഴം കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തയ്യാറായിരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിലെ പഠിത്തം വൈദ്യന്റെ ശയനഗ്രഹത്തിലായിരുന്നു. അതൊരു 7 നില മാളികയുമായിരുന്നു. രാത്രിയിൽ ഈ ഒരു ശിഷ്യനെ അല്ലാതെ മറ്റൊരാളെയും വൈദ്യൻ പഠിപ്പിച്ചിരുന്നില്ല. പഠിത്തം തുടങ്ങിയാൽ ഗുരു മതിയെന്ന് പറഞ്ഞിട്ട് മതിയാക്കാമെന്ന് വിചാരിച്ച ശിഷ്യൻ മതിയെന്ന് തോന്നുന്നത് വരെ പഠിപ്പിച്ചേക്കാമെന്ന് ഗുരുവും വിചാരിച്ചു. രാത്രിയും പകലും അവർ വളരെ നേരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ചില ദിവസം രാത്രിയിൽ പഠിത്തം തുടങ്ങിയാൽ കോഴി കൂവുന്നതുവരെയാണ് പഠിത്തം മതിയാക്കുക. ഉത്സാഹവും സന്തോഷവും കണ്ട് അതുവരെ നേരം പോകുന്നത് രണ്ടുപേരും അറിയാറില്ല. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും വൈദ്യശാസ്ത്രങ്ങളെയെല്ലാം വാഗ്ഭടാചാര്യർ പഠിച്ചു തീർത്തു. എങ്കിലും ഗുരുവിന് തൃപ്തിയായി കഴിഞ്ഞിരുന്നില്ല. പിന്നെ ആ ഗുരു വൈദ്യസംബന്ധങ്ങളായ ഓരോ പ്രയോഗങ്ങളെപ്പറ്റി വാക്കാൽ ഉപദേശിച്ചു തുടങ്ങി. വാഗ്ഭടാചാര്യർ അവയും കേട്ട് ധരിച്ചുകൊണ്ടിരുന്നു. ഗുരു രാത്രികാലങ്ങളിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഓരോന്ന് പറയുകയും ശിഷ്യൻ താഴെയിരുന്നെല്ലാം കേട്ട് ധരിക്കുകയുമാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഗുരു, എൻ്റെ കാല് കഴിക്കുന്നു, നീ ഈ കട്ടിലിൽ കയറിയിരുന്ന് എൻ്റെ കാല് കുറച്ച് തലോട് എന്ന് പറഞ്ഞു. വാഗ്ഭടാചാര്യർ ഒട്ടും മടിക്കാതെ അപ്രകാരം ചെയ്തു. രാത്രി അധികമായിരുന്നതുകൊണ്ടും വാഗ്ഭടാചാര്യർ കാല് തടവുന്നതിൻ്റെ സുഖം കൊണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യൻ ഉറങ്ങിത്തുടങ്ങി. അപ്പോൾ വാഗ്ഭടാചാര്യരുടെ മനസ്സിൽ ഒരു വിചാരമുണ്ടായി. കഷ്ടം, എൻ്റെ വിധി ഇപ്രകാരമായി തീർന്നുവല്ലോ. ഞാനൊരു ഉത്തമ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്. വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളെയെല്ലാം ഗ്രഹിച്ചു. ഇങ്ങനെയൊക്കെയായിട്ടും ഒരു നീചന്റെ കാൽ പിടിക്കുവാനാണല്ലോ എനിക്ക് സംഗതിയായത്. ഈ വക വിചാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സഹിക്കാൻ വയ്യാതെയുള്ള വ്യസനമുണ്ടായി. പെട്ടെന്ന് അദ്ദേഹം അറിയാതെ തന്നെ കുറെ കണ്ണീര് പുറപ്പെട്ടു പോവുകയും ചെയ്തു. വാഗ്ഭടാചാര്യരുടെ 4-5 തുള്ളി കണ്ണുനീർ ആ മുഹമ്മദീയന്റെ കാലിന്മേൽ വീണു. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ശിഷ്യന്റെ മുഖം അശ്രുപൂർണാക്ഷമായിരിക്കുന്നത് കണ്ട്, ഇവൻ നമ്മെ ചതിച്ചു, ഇവൻ നമ്മുടെ ജാതിക്കാരനല്ല, ഇവനെ വിട്ടയക്കുവാൻ പാടില്ല, ഇവന്റെ കഥ ഇപ്പോൾ കഴിക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അയാൾ പെട്ടെന്ന് എണീറ്റ് ഒരു വാൾ കയ്യിലെടുത്തു. അത് കണ്ട് വാഗ്ഭടാചാര്യർ, കാര്യം തെറ്റി, ഇവൻ ഇപ്പോൾ എൻ്റെ കഥ കഴിക്കും. നീചന്റെ വെട്ടുകൊണ്ട് മരിക്കുന്നത് കഷ്ടമാണ്, അതുകൂടാതെ കഴിക്കണം. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും ഈശ്വരൻ എന്നൊരാൾ ഉണ്ടെന്ന് പറയുന്നതും സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ 7 നില മാളികയുടെ ഒരു കിളിവാതിലിൽ കൂടി പെട്ടെന്ന് കീഴ്പോട്ട് ചാടി. വളരെ പൊക്കമുള്ള ആ മാളികയുടെ മുകളിൽ നിന്ന് താഴെ ചെന്ന് വീണിട്ട് വാഗ്ഭടാചാര്യർക്ക് കാലിനൽപ്പം മുടവ്, അതായത് മുടന്ത് പറ്റിയതല്ലാതെ വേറെ യാതൊരു തരക്കേടും പറ്റിയില്ല. അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് ഒരുവിധം ഓടി ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതെ പുഴ അക്കരെ കടന്നു. ഉടനെ കുളിയും കഴിച്ച് ബ്രാഹ്മണ സദസ്സിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിന് സ്വല്പം അസ്വാധീനതയുള്ളതായി കണ്ടിട്ട് ബ്രാഹ്മണർ കാരണം ചോദിച്ചു. അപ്പോൾ ഉണ്ടായ വർത്തമാനമെല്ലാം വാഗ്ഭടാചാര്യർ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ ബ്രാഹ്മണർ എന്ത് സങ്കല്പത്തോടു കൂടിയാണ് മാളികയിൽ നിന്ന് ചാടിയത് എന്ന് ചോദിച്ചു.
അതിന് മറുപടിയായി വാഗ്ഭടാചാര്യർ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളിലും ഈശ്വരൻ എന്നൊരാൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ചാടിയത് എന്ന് പറഞ്ഞു. അത് കേട്ട് ബ്രാഹ്മണർ, എന്നാൽ അങ്ങനെ വന്നത് ഒരത്ഭുതമല്ല. സത്യമാണെങ്കിൽ എന്നായിപ്പോഴെന്താണ്? അപ്പോൾ അതിൽ നല്ല വിശ്വാസമില്ല അല്ലേ? 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരനും ഉള്ളതുകൊണ്ട് എന്നായിരുന്നുവെങ്കിൽ ഈ അബദ്ധം പറ്റുകയില്ലായിരുന്നു. അങ്ങനെ തോന്നിയില്ലല്ലോ. അതിനാൽ അങ്ങ് ഭ്രഷ്ടനായിരിക്കുന്നു. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുവാൻ അങ്ങ് യോഗ്യനില്ല. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ട് വാഗ്ഭടാചാര്യർ, ശരി തന്നെയാണ്, ഇനി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമാചാരശാലയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ അദ്ദേഹം ഇനി എന്താണ് വേണ്ടത്? ഏതായാലും ഇനി ഈ ദിക്കിൽ താമസിക്കുവാൻ സുഖമില്ല. ഇപ്പോൾ തന്നെ വല്ല വഴിക്കും പോയി കളഞ്ഞുമെന്ന് വെച്ചാൽ എൻ്റെ പ്രയത്നം മുഴുവൻ നിഷ്ഫലമാകും. ഇനി ഒരാൾ വിചാരിച്ചാൽ ഈ മുഹമ്മദീയരുടെ അടുക്കൽ നിന്ന് ഈ വിദ്യ തട്ടിയെടുക്കുവാൻ അത്ര എളുപ്പവുമല്ല. അതിനാൽ എൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം ഇവർക്ക് അനുഭവയോഗ്യമാക്കി കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകുവാൻ എന്നിങ്ങനെ വിചാരിച്ചു. ഇത് നിശ്ചയിച്ചിട്ട് അദ്ദേഹം കുറച്ചു കാലം അവിടെ തന്നെ താമസിച്ചു. ബ്രാഹ്മണരുമായി യാതൊരു വിധത്തിലും സ്പർശനത്തിനിടയാകാതെ അദ്ദേഹം പ്രത്യേകം ഒരു സ്ഥലത്ത് സ്വയം പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് താമസിച്ചത്. വാഗ്ഭടാചാര്യർ അങ്ങനെ താമസിച്ചുകൊണ്ട് ആദ്യം തന്നെ അഷ്ടാംഗ സംഗ്രഹം എന്നൊരു വൈദ്യശാസ്ത്ര ഗ്രന്ഥവും എഴുതിയുണ്ടാക്കി. അത് മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ എല്ലാം സാരാംശങ്ങളെ ഗ്രഹിച്ചും വളരെ ചുരുക്കിയുമാണ് ഉണ്ടാക്കിയത്. എങ്കിലും അദ്ദേഹത്തിന് അതുകൊണ്ട് തൃപ്തിയായില്ല. മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ചുരുക്കമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ചുരുങ്ങിയത് മതിയായിട്ടില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നു മാത്രമല്ല, അത് ഗദ്യവും പദ്യവും കൂടി ആയതുകൊണ്ട് പഠിക്കുന്നവർക്ക് ഹൃദ്യസ്ഥമാക്കുന്നതിന് പ്രയാസകരമാണെന്നും അദ്ദേഹത്തിന് തോന്നി. അതിനാൽ സംഗ്രഹത്തേക്കാൾ ചുരുക്കമായിട്ടും എന്നാൽ സംഗതികളെല്ലാം അടക്കിയും പദ്യങ്ങൾ മാത്രമായിട്ടും ഒരു ഗ്രന്ഥമുണ്ടാക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ആ നിശ്ചയത്തോടുകൂടി വാഗ്ഭടാചാര്യൻ ഉണ്ടാക്കിയതാണ് അഷ്ടാംഗ ഹൃദയം. അതിൻ്റെ ശേഷം അദ്ദേഹം ജനോപകാരാർത്ഥം അമരകോശം എന്ന അഭിധാന ഗ്രന്ഥവും ഉണ്ടാക്കി. അത് വേറെയുള്ള അഭിധാന ഗ്രന്ഥങ്ങളുടെ സാരാംശ ഗ്രന്ഥവുമാണ്. ഇങ്ങനെയുള്ള 3 ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടുള്ളതായി ഒരു കേൾവിയുമില്ല. അതിനാൽ അതിൽ പിന്നെ അദ്ദേഹം എവിടെ ഏത് സ്ഥിതിയിൽ താമസിച്ചിരുന്നുവെന്നും എവിടെ വെച്ച് ഏതു വിധത്തിൽ എന്ന് ചരമഗതിയെ പ്രാപിച്ചുവെന്നും മറ്റുള്ള യാതൊരു വിധയും ആർക്കും അറിയില്ല. വാഗ്ഭടാചാര്യർ പോയതിൻ്റെ ശേഷം ഭ്രഷ്ടാനാൽ ഉണ്ടാകപ്പെട്ട ഗ്രന്ഥങ്ങൾ സ്വീകരിക്കണമോ എന്ന് ബ്രാഹ്മണർക്ക് വലിയ സംശയമായി. സ്വീകരിക്കാതിരുന്നാൽ പിന്നെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന കാര്യം അസാധ്യമായി തീരുന്നതിനാൽ വിശിഷ്ടന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരേവരും കൂടി ആലോചിച്ച് സ്വീകരിക്കാമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. എന്നാൽ ഇവ ഭ്രഷ്ടാനാൽ ഉണ്ടാക്കപ്പെട്ടവയാണെന്നത് ഓർമ്മയ്ക്കായി ഏകാദശി നാൾ ഈ 3 ഗ്രന്ഥങ്ങളും പഠിച്ചുകൂടാ എന്നുകൂടി അവർ നിശ്ചയിച്ചു. അതിനാൽ എന്നും അഷ്ടാംഗ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം, അമരകോശം എന്നീ 3 ഗ്രന്ഥങ്ങൾ ഏകാദശിനാൽ പഠിക്കുകയും പഠിപ്പിക്കുകയും പതിവില്ല. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 25 അവസാനിച്ചിരിക്കുന്നു. അടുത്തത് അധ്യായം 26 പ്രഭാകരൻ തുടരും.